السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. أرحم الراحمين يا الله سبحانه وتعالى നമുക്കും നമ്മിലും മൺമറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും വിശുദ്ധത്തോടെ ഈമാനോടെ തഖ്വയോടെ അവന്റെ ത്വഅത്തിലായി ജീവിക്കാൻ വഫാത്തിന്റെ നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ വിവിധ ഉദ്ദേശങ്ങളാൽ ദുആക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി നൽകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ. പ്രയാസമുള്ളവർക്ക് അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസം ലോക ജനതയ്ക്കെല്ലാം ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു വാർത്ത നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായി. 2023 ഒക്ടോബർ 7 മുതൽ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ആതിഥേയരായ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ അവരനുഭവിച്ചു കൊണ്ടിരുന്ന കിരാതമായ അക്രമങ്ങൾക്ക് അവരെ ഉന്മൂലനാശം നടത്താൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ 2 കൊല്ലത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തെ, അവരുടെ ആത്മവീര്യത്തെ, അവരുടെ ആന്തരികമായ ശക്തിയെ തങ്ങൾക്ക് പരാജയപ്പെടുത്താൻ, നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവിൽ വെടിനിർത്തൽ കരാറുമായി സഹകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഈജിപ്തിലെ ഷറഫ് ഷെയ്ഖ് എന്ന പ്രദേശത്ത് ഗസയിലെയും അതുപോലെ ജോല രാജ്യത്തിലെയും ഒക്കെ പ്രതിനിധികൾ സംഗമിക്കുകയും വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥ നേതാക്കന്മാരുടെ ചർച്ചകൾക്കൊടുവിൽ ജൂതരാജ്യത്തിന്റെ പ്രതിനിധികൾക്ക് അത്തരം ഒരു സമീപനത്തിന് വെടിനിർത്തൽ കരാറുമായി ഗത്യന്തരമില്ലാതെ ഒപ്പിടേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ കേൾക്കുന്നത് തക്ബീറിന്റെ ധ്വനികളാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ആളുകൾ അവരുടെ നഷ്ടപ്പെട്ട കുടിലുകളിലേക്ക് മടങ്ങുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ ദിക്റുകൾ ചൊല്ലുകയാണ്. ഒരു പെരുന്നാളിനേക്കാൾ മനോഹരമായ ഈമാനികമായ ആവേശത്തിന്റെ പ്രതിധ്വനികൾ ചെറിയ കുഞ്ഞു മക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ വരെ ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ലോകം മുഴുവൻ നമ്മളിതൊക്കെ പറയുമ്പോഴും ഇന്നലെ വെടിനിർത്തൽ കരാറിന് ശേഷം വീണ്ടും അവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം ഉണ്ടാവുകയും 50 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാറിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഗസയിലെ മനുഷ്യർക്ക് വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ലോക ജനത വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. നമ്മൾ ആലോചിക്കേണ്ടത് 2023 ഒക്ടോബർ 7 മുതൽ തുടർച്ചയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാണ്ട് 2 വർഷം പിന്നിട്ടപ്പോൾ എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇവിടെ വിസ്മയകരമായ ഉത്തരങ്ങളുണ്ട്. 2023 ഒക്ടോബർ 7 ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയ റോക്കറ്റുകൾ ഒരു ശൂന്യതയിൽ നിന്ന് പോയ റോക്കറ്റുകൾ ആയിരുന്നില്ല. ഒരു ആക്രമണവുമില്ലാതെ അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയതായിരുന്നില്ല. കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ചില ആളുകളെങ്കിലും കരുതുന്നത് ഗസയിലെ ആളുകൾ ചെറുത് കൊടുത്ത് വലുത് വാങ്ങിയെന്നാണ്. അങ്ങനെ ഒരു ധാരണ പിശകാണ്. എന്തുകൊണ്ടാണ്? 1948 മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ
ആ ഗസയിലെ ഫലസ്തീനികൾക്ക് സ്വസ്ഥമായ ജീവിതം അവിടെ ഉണ്ടായിട്ടില്ല. 948 ബ്രിട്ടന്റെ അനുമതിയോടുകൂടി ഇസ്രായേൽ രാജ്യം പകുത്തു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 3 ലക്ഷം മനുഷ്യർക്ക് വേണ്ടിയാണ് ആ ഫലസ്തീനിന്റെ 65% അവർ തീരെഴുതി കൊടുത്തത്. അവിടെ ബാക്കി ഉണ്ടായിരുന്ന 23 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾക്ക് അവരുടെ ചരിത്രമായ ഭൂമിയായിട്ടുള്ള ഫലസ്തീനിൽ നിന്ന് 35% അവർക്ക് കിട്ടിയത്. എന്നിട്ട് ഇസ്രായേൽ ആ 23 ലക്ഷം മനുഷ്യരെ തന്നെ ആട്ടിയോടിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യം അവിടെ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഇസ്രായേൽ രാജ്യത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെൻ-ഗൂരിയോ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കിയ സമയത്ത് ആദ്യം നിരവധി ഭീകര സംഘടനകൾക്ക് ജന്മം നൽകി. തീവ്രവാദ സംഘടനകൾ, ആയുധം ഉപയോഗിക്കുന്ന തീവ്രവാദ സംഘടനകൾ, രാഷ്ട്രത്തിന്റെ സൈന്യമല്ല, ആയുധം ഉപയോഗിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ഭീകരവാദ സംഘടനകൾക്ക് സർവ്വ ഒത്താശകൾ ചെയ്തു കൊടുത്ത് അറബികളെ ആ നാട്ടിൽ നിന്ന് മാറ്റിപ്പായി പോവുക. അതിന് അദ്ദേഹം ന്യായമായി പറഞ്ഞത്, അറബികളെ പേടിപ്പിച്ചാലേ അവർ പിന്തിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായി. പേടിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരം ഭീകര സംഘടനകൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തത്. അവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭീകര സംഘടനകൾ ഉപയോഗിച്ച് ആ നാടിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തു. ഒരു ഘട്ടത്തിൽ ഫലസ്തീനികൾക്ക് വെസ്റ്റ് ബാങ്ക് പോലും ഉണ്ടായിരുന്നില്ല. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു തനി മണ്ണ് പോലും ആ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അറബ് വിവിധ രാജ്യങ്ങളിലേക്ക് അവർ പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് ആ മണ്ണ് ഇപ്പോൾ കാണുന്ന ഗസയും വെസ്റ്റ് ബാങ്കും എന്ന ചെറിയ പ്രദേശം പോലും മടങ്ങി വന്നത് 967 ഈജിപ്തിൽ ഇസ്രായേലുമായി നടത്തിയ യുദ്ധത്തിൽ ഗസ പിടിച്ചടക്കി, ജോർദൻ നടത്തിയ യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കി. അങ്ങനെയാണ് നിലവിൽ അവശേഷിക്കുന്ന ഗസയും വെസ്റ്റ് ബാങ്ക് പോലും കിട്ടിയിട്ടുള്ളത്. നോക്കൂ, അന്ന് ഇന്ന് വരെ ആ ഫലസ്തീനികൾക്ക് ശാന്തമായിട്ടുള്ള ജീവിതമുണ്ടായോ? ഇന്ന് ഗസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന സംഘം 1987 അവർ രൂപീകരിക്കപ്പെടുന്നത്. ഹമാസ് ആണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർ. ആലോചിക്കേണ്ട കാര്യം, 1987 മുമ്പ് 48 മുതൽ 29 കൊല്ലമുണ്ട്. ആ 29 കൊല്ലത്തിനിടയിൽ എത്ര മനുഷ്യരാണ് ലോകത്തിന് വരെ കണ്ടിട്ടില്ലാതെ അറിയ മനുഷ്യർ ഒന്നാം നഖബായ കൂട്ടപ്പാരായണത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പാരായണം ചെയ്തില്ലേ? 12,000 മനുഷ്യരെയാണ് ഒറ്റയടിക്കെന്ന് ഇസ്രായേൽ അധികാരികൾ ഈ രാഷ്ട്രീയ ഭീകര സംഘടനകൾ ഉപയോഗപ്പെടുത്തിയിട്ട് കൊലപ്പെടുത്തി കളഞ്ഞത്. ഹമാസായിരുന്നു ഇതിന്റെ ഉത്തരവാദികൾ. ഹമാസാണ് 2006 മുതൽ അവിടെ ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ജനതയുടെ മുഴുവനും അംഗീകാരത്തോടും കൂടി അധികാരം കൈവശപ്പെടുത്തിയിട്ടുള്ള ഒരു നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. 2006 മുതൽ അവർ ഭരിക്കാൻ തുടങ്ങിയത് മുതൽ അവിടെ വലിയ ആശ്വാസം ഉണ്ടായി. 2007 മുതൽ ഉപരോധമാണ്. എത്ര കൊല്ലമായി? 20 കൊല്ലമാകാൻ ഉപരോധം തുടങ്ങിയിട്ട്. നോക്കൂ, 19 കൊല്ലം സർവർ തങ്ങളുടെ ഭൂപ്രദേശങ്ങൾ മുഴുവൻ വളഞ്ഞാക്രമിക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ഒരു ഇറച്ചിയുടെ കഷ്ണം വാങ്ങണമെങ്കിൽ വരെ ഡോളറുകൾ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇപ്പോഴും അവിടെ മനുഷ്യർ സന്തോഷത്തോടെ ചിരിച്ചിട്ട് ജീവിതം ചൊല്ലി ഇന്നലത്തെ രാത്രിയിലും അവർ അവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഒരു വിസ്മയകരമായ കാഴ്ചയാണ്. 2023 ഒക്ടോബർ 7 എന്തുകൊണ്ടാണ് അങ്ങോട്ട് ആക്രമണം ഉണ്ടായത്? അത് പെടുന്നതിനെ ഉണ്ടായ ആക്രമണമല്ല. ആ ഒക്ടോബർ 7 മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്നത്തെ ഇസ്രായേലിന്റെ അധിപർ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു പ്ലാൻ, ഒരു മാപ്പ് ഉയർത്തിപ്പിടിച്ചിരുന്നു. പുതിയ ഈജിപ്തിന്റെ മാപ്പാണ്, മധ്യേഷ്യയുടെ പുതിയ മാപ്പാണ്. ആ മാപ്പിൽ ഫലസ്തീൻ ഇല്ല. ആ മാപ്പിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു മാറ്റപ്പെട്ടിരുന്നു. 2020 അബ്രഹാം അക്കോർഡ് എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറിൽ വിവിധ അറബ് രാജ്യങ്ങളുമായുള്ള സഖ്യത്തിന്റെ ഒരു കരാറായിരുന്നു അത്. ആ കരാറിൽ ഫലസ്തീൻ എന്ന രാജ്യത്തെ കുറിച്ച് ഒരു പരാമർശമില്ല. ഇസ്രായേലുമായി എല്ലാ സൈനിക സഹായങ്ങളും നടത്തണമെന്ന കരാറിലുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന കരാറിലുണ്ട്. അതിനുശേഷമാണ് അറബ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വിമാനങ്ങൾ വരാൻ തുടങ്ങിയത്. ആ കരാറുകളൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷെ ഫലസ്തീൻ എന്ന രാജ്യത്തെ കുറിച്ച് ഒരു വർത്തമാനം പോലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ തങ്ങളുടെ വിശുദ്ധ ഗേഹം സ്ഥാപിക്കണമെന്ന് ജൂതന്മാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഓർക്കിഡ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ വിശുദ്ധമായ മദിനയുടെ പരിസരത്ത് വന്ന് പ്രാർത്ഥന നിർവഹിക്കുകയും അതിനുവേണ്ടി ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഷെയ്ഖ് ജറാഹിൽ ശാന്തമായി ജീവിക്കുന്ന മനുഷ്യരെ കുടിയിറക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇതുപോലെ ഒരു ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുപിടിക്കാൻ ഇസ്രായേലിനെ ദുർബലപ്പെടുത്താൻ അനിവാര്യമായ ഒരു ഘട്ടത്തിലുണ്ടായ ആക്രമണമായിരുന്നു. ആ ഒക്ടോബർ 7 ശേഷം എന്ത് സംഭവിച്ചു?
ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ മാത്രമാണ് ആക്രമണം ഉണ്ടായത്. നോക്കൂ, ഗസയിലെ ഹമാസ് ഭരണം നടത്താത്ത ഇസ്രായേലിന് താരതമ്യേന താല്പര്യമുള്ള ഫതഹ് പാർട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. ആ വെസ്റ്റ് ബാങ്കിൽ മാത്രം കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ 1000 മനുഷ്യർ കാരണമില്ലാതെ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തു സംഭവിച്ചു ഇവിടെ 2 കൊല്ലം കൊണ്ട്? 70,000 മനുഷ്യർ, 70,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീണിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? ഗസയിലെ ജനങ്ങൾക്കാണോ? ഫലസ്തീനികൾക്കാണോ നഷ്ടം? ഫലസ്തീനികൾക്കാണെങ്കിൽ ഇന്നലെ ആ നഗരത്തിൽ നിന്നും തക്ബീറിന്റെ ധ്വനികൾ ഉണ്ടാകുമായിരുന്നില്ല. ആർക്കാണ് നഷ്ടം? 2023 ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ പറഞ്ഞ ചില വാക്കുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾ ഉന്മൂലനാശം ഉണ്ടാക്കുമെന്നാണ്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് ഗസയിലില്ല, ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്നാണ്, ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ്. ഉന്മൂലനാശം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ ഇതാ 2 വർഷങ്ങൾക്ക് ശേഷം 2025 ഒക്ടോബർ 10 എത്തിയപ്പോൾ അവർക്ക് ആരുമായി ചർച്ചയ്ക്കിരിക്കേണ്ടി വരികയാണ്. അവർ ആരെയാണ് അവർ കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചത്? ആരെ കൊലപ്പെടുത്താനോ ഖത്തറിലേക്ക് അവർ മിസൈൽ പറഞ്ഞയച്ചത്? അതേ ആളുകളുടെ കൂടെ ശാന്തമായി നിൽക്കുന്ന മനുഷ്യരുടെ കൂടെ ഇരുന്ന് കരാറിൽ ഒപ്പിടുകയാണ്. കരാറിൽ ഒപ്പിടുമ്പോൾ എന്താണ് കരാർ? 2000-ഓളം ഫലസ്തീനി ബന്ദികളെ മടക്കി കൊടുക്കണം. പകരം തെരുവിലുണ്ടാവുന്ന ബന്ദികളെ മാത്രമാണ് തിരിച്ചങ്ങോട്ടുള്ളത്. ആരാണ് ഇവിടെ ജയിച്ചത്? ആരാണ് ഇവിടെ പരാജയപ്പെട്ടത്? അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറയുകയാണ്, ഇസ്രായേലിന്റെ നായകരോട് പറയുകയാണ്, ലോകത്തോട് യുദ്ധം ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അമേരിക്ക ഒരു കൈവിടുകയാണ്. നോക്കൂ, രാജ്യമില്ലാത്ത ജനതയാണ്. നിലവിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അംഗീകാരം പോലും നൽകപ്പെട്ടിട്ടില്ല. ആ രാജ്യത്തെ ലോകമായിട്ട് കണക്കാക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റിന് നിർബന്ധിതമായ ഒരു ഘട്ടമുണ്ടാവുകയാണ്. നോക്കൂ, ലോകത്ത് കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പാറി കാണിച്ച പതാക ഏതാണ്? അത് ഇല്ലാത്ത രാജ്യമെന്ന് അമേരിക്ക പറയുന്ന ഫലസ്തീനിന്റെ പതാകയാണ്. ലോകത്ത് കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഏതൊക്കെ സാംസ്കാരിക സംഗമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളിൽ സാംസ്കാരിക ചടങ്ങുകൾ നടന്നിട്ടുണ്ടോ, അവിടെ തഫിയ എന്ന് പറയുന്ന ഫലസ്തീനിന്റെ പ്രതീകമായിട്ടുള്ള തലപ്പാവ് പാറിപ്പറക്കാതിരുന്നിട്ടില്ല, ഫലസ്തീനിന്റെ പതാക പാറിക്കളിക്കാതിരുന്നിട്ടില്ല. ഇസ്രായേൽ രാജ്യത്തിന്റെ സ്പോർട്സ് താരങ്ങൾക്ക് യൂറോപ്പിൽ പോയി കളിക്കാൻ ധൈര്യമുണ്ടാകുന്നില്ല. ആർക്കാണ് നഷ്ടം വന്നത്? ആർക്കാണ് നഷ്ടം വന്നത്? യൂറോപ്യൻ ഭരണാധികാരികൾക്ക് ഫലസ്തീനത്തെ കാര്യത്തിൽ മറുപടി പറയാതെ അവർക്ക് ഒരിക്കലും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 48-ൽ ബ്രിട്ടീഷുകാരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കുന്നത്, ഒത്താശ ചെയ്തത്. ആ ബ്രിട്ടൻ പോലും അംഗീകരിക്കേണ്ടി വരുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തെ. 2023 ഒക്ടോബർ 7-ന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ലോകത്ത് ഫലസ്തീനിനെ കുറിച്ച് ആളുകൾ മറന്നു തുടങ്ങിയിരുന്നു. ഫലസ്തീനിലെ വേദനകൾ ആ ജനതയുടെ മാത്രം വേദനകളായിരുന്നു. ഫലസ്തീനിന്റെ വേദനകളും ഗസയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളും രോദനങ്ങളും ആ നാടിന്റെ മാത്രം രോദനകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ അത് ലോകത്തിന്റെ വേദനയായി മാറി. ഫലസ്തീനുമായിട്ട് രക്തബന്ധം പോലും ഇല്ലാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലെ ജൂത സമൂഹങ്ങൾ, ഓസ്ട്രേലിയയിലെ വിവിധ സമൂഹങ്ങൾ, യുകെയിലെ വിവിധ സമൂഹങ്ങൾ, നോക്കൂ, ഏറ്റവും വലിയ സംസ്കൃതരും അവർ പരിഷ്കൃതരുമാണെന്ന് കരുതപ്പെടുന്ന സമൂഹങ്ങളിലുള്ളവരൊക്കെ ആ ജനതകൾ മുഴുവനും ഒന്നടങ്കം ഫലസ്തീനിന്റെ മോചനത്തിന് വേണ്ടി ഒന്നടങ്കം പറയാൻ തുടങ്ങി. ചരിത്രത്തിലാദ്യമായി 193 രാജ്യങ്ങളിൽ നിന്ന് 160ഓളം രാജ്യങ്ങൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി സംസാരിക്കുവാൻ UN-ൽ അവർ ധൈര്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. 2023-ന് മുമ്പ് ഫലസ്തീനിന്റെ ചിത്രമില്ലാത്ത മാപ്പുമായി UN-ലേക്ക് പ്രസംഗിക്കാൻ വന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി 2025-ൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് 150-ൽ പരം വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂക്കി വിളിച്ചിറങ്ങി പോകുന്നു. ആർക്കാണ് ഇവിടെ വിഷയമുണ്ടായത്? പരിശുദ്ധ ഖുർആൻ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരാജയം നേരിട്ട ഘട്ടത്തിൽ ആ പരാജയത്തെ കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ദുർബലപ്പെടരുത്, വഅൻതുമുൽ അഅലൗന, നിങ്ങളാണ് അത്യുന്നതം, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ. ഗസയിലെ ജനങ്ങൾക്ക് ആദ്യം മാനദണ്ഡമായിരുന്നില്ല. ഗസയിലെ ജനങ്ങൾക്ക് സമ്പത്തോ വിഭവങ്ങളോ അവരുടെ മാനദണ്ഡമല്ല. അവർക്ക് മാനദണ്ഡം ഉണ്ടായിരുന്നത് നസ്റുൻ മിനല്ലാഹി വഫത്ഹുൻ ഖരീബ് എന്ന പ്രഖ്യാപനം മാത്രമാണ്. അല്ലാഹുവിന്റെ പക്കൽ നിന്ന് സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു. ആ നിങ്ങൾ ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്, ഈമാനാണ് നിങ്ങളുടെ മുഖമുദ്രയെങ്കിൽ, നിങ്ങളാണ് അത്യുന്നതം എന്ന തിരിച്ചറിവിലേക്ക് ഈ
നാട് ലോകമെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1950-കൾക്ക് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക പറയുന്നതല്ലാത്ത ഒരു നയങ്ങൾ ലോകത്തിനില്ലല്ലോ. അമേരിക്ക പറയുന്നതല്ലാത്ത നയങ്ങൾ ലോകത്തിനില്ല. ആ അമേരിക്കയാണ് പറഞ്ഞത് ഇനി ഗസ ചിത്രത്തിലില്ല, ഗസയെ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കി മാറ്റുമെന്ന്. അമേരിക്ക പറഞ്ഞിട്ടും ജനം സ്വീകരിക്കുന്നില്ല, ലോകം സ്വീകരിക്കുന്നില്ല. നോക്കൂ, ലോകത്തിന്റെ തുടർന്നുള്ള പതിറ്റാണ്ടുകളുടെ പ്രയാണത്തിൽ ഫലസ്തീനിന്റെ മോചനമില്ലാതെ അമേരിക്കയ്ക്ക് പോലും ഒരു നയരൂപീകരണം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ലോക സമൂഹങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു യാദൃശ്ചികമെന്നോണം ചില അറബ് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ ഖുർആൻ ഖന്ദഖ് യുദ്ധത്തിന്റെ കഥ പറയുന്നുണ്ട്. ഖന്ദഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഏറ്റവും വലിയ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച സമയമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ മുനാഫിഖുകൾ ശത്രുക്കളെ സഹായിച്ച സമയമാണ്, ജൂതന്മാർ ശത്രുക്കളെ സഹായിച്ച സമയമാണ്. ആ സൂറത്തുൽ അഹ്സാബിൽ ഖന്ദഖ് യുദ്ധത്തെ പറയുന്ന ആ സൂറത്തിന്റെ 23-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിനോട് സത്യം ചെയ്തവരാണ്, അവർ സത്യസാക്ഷികളാണ്, അവരുടെ ജീവനെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ബലികഴിപ്പിച്ചവരാണ്. 23-ാമത്തെ ആയത്താണ്. ചില ആളുകൾ അതിശയോക്തിയോടുകൂടി പറയുന്നുണ്ട് 2023-ലേക്ക് നമ്മൾ പ്രതീകമായി വെച്ചാൽ 2023-ൽ സംഭവിച്ചതായിരുന്നു. ധാരാളം വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അർപ്പണം നടത്തിയപ്പോൾ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 24-ാമത്തെ ആയത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻശാഅ വയതൂബ അലൈഹിം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സത്യസന്ധരായ ആളുകൾക്ക് റബ്ബിന്റെ പക്കൽ പ്രതിഫലം ഉണ്ടാകാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കപട വിശ്വാസികളെന്ന ബോധ്യമുണ്ടാകാൻ ഒരു കൊല്ലം ലോകം ചർച്ച ചെയ്തത് ഫലസ്തീനികളോട് ഐക്യപ്പെടുന്ന മുസ്ലിംകൾക്കിടയിലെ സത്യസന്ധന്മാരെയും ഫലസ്തീനികളോട് വിയോജിക്കുന്ന വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഇസ്രായേലിനെ ഒത്താശ പാടുന്ന മുസ്ലിംകൾക്കിടയിലെ മുനാഫിഖുകളെയും ചർച്ച ചെയ്ത കാലമായിരുന്നു 2024. സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വറദ്ദല്ലാഹു അല്ലദീന കഫറു. സത്യനിഷേധികളായ ആളുകളെ അല്ലാഹു തആല എങ്ങനെയാ മടക്കിയത്? ബിഖൈരിഹിം. അവർക്ക് വിജയമുണ്ടായിട്ടില്ല, അവർക്ക് പരാജയം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവർക്ക് ദുഃഖമാണ്, അവർക്ക് നിരാശയാണ്, അവർക്ക് ഈർഷ്യതയാണ്. ഈർഷ്യതയോടെയാണ് ഖന്ദഖിൽ നിന്ന് അവർ മടങ്ങിയത്. ലം യനാലു ഖൈറൻ വകഫല്ലാഹുൽ മുഅ്മിനീന ഖിതാൽ. നോക്കൂ, ലം യനാലു ഖൈറൻ, അവർ ഒരു ഖൈറും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. 25-ാമത്തെ ആയത്താണ്. 2025 സംഭവിച്ചത് ഇതല്ലേ? അവർ അവരുടെ ഈർഷ്യതയോട് കൂടിയാണ് മടങ്ങി പോകുന്നത്. ഇന്നലത്തെ കരാറിൽ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു പൊതു ചടങ്ങ് സംഘടിപ്പിക്കരുത് എന്നാണ്, ഒരു പൊതു പരിപാടി സംഘടിപ്പിക്കരുത്. എത്ര ദയനീയമായിട്ടുള്ള അപേക്ഷയാണ് ആ ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യത്തിന്റെ സർവ്വസൈനിക സന്നാഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഗസയെ നശിപ്പിക്കാൻ തുനിഞ്ഞപ്പോഴും അവർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ, അവരുടെ ആത്മവീര്യത്തിന് പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആ തകർന്നടിഞ്ഞ ഗസ എന്ന മണ്ണിൽ എവിടെയാണ് ഈ ബന്ദികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് എല്ലാ പിന്തുണയുമില്ല ഇസ്രായേലിന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അവരെക്കാൾ ഒരു പബ്ലിക് വേദിയിലൂടെ പറഞ്ഞയക്കപ്പെട്ടാൽ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ പല തടവുകാരെ തിരിച്ചയച്ചപ്പോഴും അവർ സന്തുഷ്ടരായിരുന്നു, അവർ പുഞ്ചിരിക്കുകയായിരുന്നു. നോക്കൂ, ഗസയിലെ ജനങ്ങൾ ശരീരം ശോഷിക്കുമ്പോഴും ഭക്ഷണമില്ലാത്തവർ വെളിഞ്ഞുണങ്ങുമ്പോഴും അവർ കൈവശം വെച്ചിരുന്ന തടവുകാർ അവിടെ സുരക്ഷിതരായിരുന്നു, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ നൽകപ്പെട്ടിരുന്നു. നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ ഒരു നിന്യത ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ സൈനിക സന്നാഹങ്ങളുടെ കരുത്തുള്ളവർക്കൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ നിന്യത ഗസയിലൂടെ 2 കൊല്ലം പിന്നിടുമ്പോൾ അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനും അവരെ പിന്തുണക്കുന്നവർക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഗസയിൽ എന്നല്ല ലോക മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ട കരുത്ത്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഭൗതിക സന്നാഹങ്ങളിലെ വിശ്വാസമല്ല, ഈമാനിന്റെ ദൃഢനിശ്ചയമുണ്ടോ അവരാണ് വിജയിച്ചവർ. അവിടെ പോയ ശുഹദാക്കൾ പരാജയപ്പെട്ടു എന്ന് പലരും കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ. നിങ്ങൾ കരുതുന്നുണ്ടാകും ജീവൻ നഷ്ടപ്പെട്ടു പോയവർ നഷ്ടമാണെന്ന്. അവർ നഷ്ടം നേടിയവരല്ല, അവർ ലാഭം നേടിയവരാണ്, അവർ സ്വർഗ്ഗത്തിലാണ്, അവർ ശുഹദാക്കളുടെ കൂടെയാണ്. നഷ്ടമൊക്കെ അതിൽ സംശയം
ജീവിച്ചു പോയ നമ്മളെ പോലെയുള്ള ഹതഭാഗ്യരായി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുദ്സിന്റെ മോചനം എളുപ്പത്തിൽ അള്ളാഹു സാധ്യമാക്കി തരട്ടെ. എല്ലാ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ശാന്തമായി ലോകത്തിന് സഞ്ചരിക്കാനുള്ള തൗഫീഖ്, പരസ്പര വിശ്വാസത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുവാൻ, മനുഷ്യർക്കിടയിൽ അകലങ്ങൾ കുറക്കുവാൻ അള്ളാഹു എല്ലാ അധികാരികളെയും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.